സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പേയാട് കാവടിക്കടവ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളിവിടെ ക്ഷണിച്ച് വരുത്തി അപകടത്തിലേക്ക് തള്ളിയിടാനായിട്ടല്ല കേട്ടോ. ഇവിടെ 10-25ഓളം ആൾക്കാർ മുങ്ങി മരിച്ച ഒരു സ്ഥലമാണ്. ഇവിടെ വെള്ളക്കുറവ് ഉള്ളപ്പോഴാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ തോന്നുന്നത്. അതാ ഇവിടെ ഈ മരിച്ചവരെ 10-25ഓളം പേരെ ഈ ചെക്ക് ഡാം എന്ന് പറഞ്ഞ ഈ സമ്പ്രദായം വന്നതിന് ശേഷം 25ഓളം ബോഡികൾ ഇതാ ഇവിടെ കൊണ്ട് കിടത്തിയിട്ടാണ് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെ ഇവിടെ ക്ഷണിച്ച് വരുത്തി അപകടത്തിൽ തള്ളിയിടാനല്ല, ഇവിടെ വരാതിരിക്കാനാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ പേയാട് ഇഷ്ടംപോലെ വീഡിയോ ചെയ്യുന്ന നമ്മുടെ ആൾക്കാരുണ്ട്. ഞാനുണ്ട്, നമ്മുടെ ഷാലു പേയാടുണ്ട്. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഈ പുഴയെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അപകടം നമുക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത്. പണ്ടെങ്ങാനോ യാവനോ ഒരുത്ത ഇവിടെ വന്ന് ആണും പെണ്ണും ഒക്കെ നിന്ന് കുളിക്കുന്ന വീഡിയോ എടുത്തിട്ട് അവന് റീച്ചുണ്ടാക്കി അവനങ്ങ് പോയി. പക്ഷേ അതിനുശേഷം 25ഓളം പേരാ ഇവിടെ ഈ മുങ്ങി മരിച്ചത്. മൊബൈലിൽ കാണുന്ന വീഡിയോകൾ കണ്ട് നമുക്ക് സുരക്ഷിതമല്ലാത്തത്, നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും പോയി പാറപ്പുറത്തും മലയുടെ മുകളിലും വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ചാടി അപകടങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. നഷ്ടം നമുക്ക് തന്നെയാണ് കേട്ടോ. കാറിനകത്ത് പെമ്പിള്ളേരെ കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ കോളേജിലേതാണോ സ്കൂളിലാണെന്ന് അറിയത്തില്ല. കാറിനകത്തിരുത്തി യൂണിഫോമൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് ധരിച്ച് പയ്യന്മാർ ഇതിനകത്ത് കൊണ്ടിട്ട് കുളിപ്പിക്കുന്നതും കുളിപ്പിച്ചുകൊണ്ട് പോണതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും ഇവിടെ വന്ന് ആ സമയത്തൊന്നും കുളിക്കാനുള്ള മനസ്സ് തോന്നൂല. അതുകൊണ്ടാണ് ഈ നാട്ടുകാരൊന്നും വലുതായിട്ട് ഇവിടെ വരില്ല. എങ്കിലും പുഴയിൽ ദിവസേന കുളിക്കുന്നവരിവിടെ ഉണ്ട്. അവർ രാവിലെ വൈകുന്നേരമൊക്കെ വന്ന് കുളിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇവിടെ ഈ വാട്ടർ ടാങ്ക് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ ഒരു 10 വർഷത്തിൽ കൂടുതലാവും. ഞാനിവിടെ തൊട്ടടുത്ത് ഒരു അര കിലോമീറ്റർ മാത്രം മാറി താമസിക്കുന്ന ഞാൻ പോലും ഇവിടെ വന്ന് ഇപ്പം കുളിക്കാറില്ല. തിരുവനന്തപുരം മിലിറ്ററി ക്യാമ്പിലുള്ള ഉദ്യോഗസ്ഥൻ ഇവിടെ മുങ്ങി മരിച്ചതിന് ശേഷം ഇവിടെ ഇപ്പം ആരെയും കാണാറില്ല. അങ്ങനെ അതിനെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴെവിടെയൊക്കെ ആഴമുണ്ടെന്നോ എവിടെയൊക്കെ പാറയുണ്ടോയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങളാരും വരാത്തത്. കാവടിക്കടവിൽ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, അപകടം ഉറപ്പാണ്.